കൊറേ സമയമായല്ലോ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ഞാൻ ചോദിച്ചതിന് മറുപടി പറയാം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ നീ അഹങ്കാരിയാവും. നിന്റെ പുറകെ നടക്കുന്ന പൂവാലിനായിട്ട് നീ എന്നെ കരുതും. അതുകൊണ്ട് താൻ പറയണ്ട. പറയണ്ടേ? അല്ലെങ്കിലും എന്റെ ഫ്രണ്ട് ആവാനുള്ള ഗുണമൊന്നും തനിക്കില്ല. ഗുണമുള്ളൊരു ചിന്തരി. എടി, ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ മനസ്സിൽ ഗോളടിച്ച് നിറച്ചൊരു ഹീറോ ആണ് ഞാൻ. പിന്നെ നിന്നെപ്പോലൊരു പീക്രി പെണ്ണിനെ ഞാൻ എന്തിനു ഇഷ്ടപ്പെടണം? കോടീശ്വരി, സെലിബ്രിറ്റി, സുന്ദരി, ഏതു തരം വേണം? ഞാനൊന്ന് മനസ്സിൽ വിചാരിച്ചാ മതി, അവരെന്റെ മുമ്പിൽ വന്ന് നിൽക്കും. എന്നെ ഒന്ന് പ്രണയിക്കൂ, എന്നെ കല്യാണം കഴിക്കൂ രാഹുലേട്ടാന്ന് പറഞ്ഞു. ഇത്ര വിവരം കെട്ട പെൺകുട്ടികള് ഈ ഭൂമിയിലുണ്ടോ? പോടാന്നാ നിന്നെ ഞാൻ. എക്സ്ക്യൂസ് മീ. സർ വരണം. ഞാൻ സാറിനെ വിളിക്കാതിരിക്കായിരുന്നു അല്ലെ കീർത്തി? അതെ അതെ. സാറിരിക്കെ. ഞാൻ ഡോക്ടറെ കണ്ടിരുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഭാഗ്യമുണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടതാ സർ. ഇന്നലെ രാത്രി തന്നെ ഞാൻ റിസോർട്ടിൽ പോയിരുന്നു. അവിടെ താമസിച്ചിരുന്നവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് കഴിഞ്ഞു. അന്വേഷണം നടക്കുന്നുണ്ട്. കീർത്തിക്ക് നേരെ വെടിയുതിർത്ത ആളെ കീർത്തി കണ്ടിരുന്നോ? കണ്ടിരുന്നു, പക്ഷേ അയാളെ മുഖം മറച്ചിരുന്നു. ഓ, കീർത്തിക്ക് ശത്രുക്കൾ ആരെങ്കിലും? ഞാനായിരുന്നില്ല അയാളുടെ ലക്ഷ്യം. രാഹുലിന്റെ ജ്യേഷ്ഠൻ റോഷൻ സാർ ആയിരുന്നു. ഏട്ടൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയില്ല കീർത്തിക്ക് വെടിയേറ്റത്. അക്രമി പുഴക്കര വഴിയാ രക്ഷപ്പെട്ടത്. ജ്യേഷ്ഠന് ശത്രുക്കൾ ആരെങ്കിലും ഉള്ളതായിട്ട് അറിവുണ്ടോ? ഉണ്ട്. വെടിവെച്ച ആളെ ഞങ്ങൾക്കറിയില്ല, പക്ഷെ അതിന് പിന്നിൽ ആരാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ആരാണത്? ഏട്ടന്റെ ഭാര്യ അഞ്ജലി. പിന്നെ അവളുടെ ബോയ്ഫ്രണ്ട് പ്രേംരാജും. ഇവര് രണ്ടുപേരും ഇതിന് പിന്നില്. റോഷൻ സാറിനെ കൊല്ലാൻ വേണ്ടി തന്നെയാ അഞ്ജലി ആ റിസോർട്ടിലെ തന്ത്രപൂർവ്വം അദ്ദേഹത്തെ എത്തിച്ചത്. അവളുടെ ഒരു ഫോൺ കോളിൽ സംശയം തോന്നി ഞങ്ങള് അവിടെ എത്തുമായിരുന്നു. ഞങ്ങള് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ഏട്ടനിപ്പോ ജീവനോടെ കാണില്ലായിരുന്നു. തന്റെ ഏട്ടനൊപ്പം കുറച്ചു മുമ്പ് വരെ ഏട്ടത്തി ഉണ്ടായിരുന്നു, ഞാൻ പരിചയപ്പെട്ടിരുന്നു. ഏട്ടൻ അവരുടെ തനി നിറം അറിയില്ല. ചതിക്കപ്പെടുക ഏട്ടൻ. എന്തിനാണ് അഞ്ജലിക്ക് അദ്ദേഹത്തോട് ശത്രുത? എന്തിനാ അവളും ബോയ് ഫ്രണ്ടും ചേർന്ന് റോഷനെ കൊല്ലാൻ ശ്രമിക്കണം? നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഇതിനു പിന്നിൽ അഞ്ജലിയും പ്രേംരാജുമാണെന്നുള്ളതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. എടുത്തിയാടി അവരെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ പരാതിയിന്മേൽ അന്വേഷണം നടക്കട്ടെ. അതിനിടയിൽ അവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാം, ചോദ്യം ചെയ്യാം. വേണ്ട രീതിയിൽ ചോദ്യം ചെയ്താൽ അവർ സത്യം പറയും. പറയിപ്പിക്കും ഞാൻ. രണ്ടുപേരുടെയും ഫോൺ നമ്പർ രാഹുൽ എനിക്ക് അയച്ചു തരണം. ഞാൻ അവരെ വിളിപ്പിക്കാം. പിന്നെ അവരെ നിങ്ങൾക്ക് സംശയമുണ്ടെന്നും അവർക്കെതിരെ പരാതി തന്നിട്ടുണ്ടെന്നും തൽക്കാലം അവരറിയണ്ട. അറിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. ഇതിനു പിന്നിൽ അവരാണെങ്കിൽ അവരൊരിക്കലും രക്ഷപ്പെടില്ല രാഹുൽ, ഞാൻ ഉറപ്പു തരുന്നു. താങ്ക് യു സർ.
അഞ്ജലി എന്താ വല്ലാണ്ടിരിക്കണത്? എന്താ ഒരു ടെൻഷൻ പോലെ? ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടല്ലേ? എത്ര സന്തോഷത്തോടെയാ റിസോർട്ടിലേക്ക് വന്നത്. മനസ്സ് വല്ലാതിരിക്കുന്നു. നമുക്ക് വീട്ടിലേക്ക് പോവാം റോഷൻ. എന്താ അഞ്ജലി പറയുന്നേ? കീർത്തി എവിടെ കിടത്തിയിട്ട് വീട്ടിലേക്ക് പോവാന്നോ? അപ്പോ ഇവിടെ നിൽക്കാനാണോ ഭാവം? റോഷൻ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ വീട്ടിലേക്ക് പോവാ. കീർത്തി ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ എന്താ വേണ്ടതെന്ന്. പിന്നെ പോലീസ് അന്വേഷണമായിട്ട് സഹകരിക്കണം, വേണ്ടത് ചെയ്യണം. ആരാ ഇത് ചെയ്തതെന്ന് അറിയണം. കേസ് ഇവിടുത്തെ സ്റ്റേഷനില. നമ്മൾ വീട്ടിൽ പോയാൽ വീണ്ടും വരേണ്ടി വരും. അത് ബുദ്ധിമുട്ടാ. പോലീസും കീർത്തി എന്തു പറയുന്നു എന്നറിയട്ടെ. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം വീട്ടിലേക്ക് പോകുന്ന കാര്യം. അതെ. സർ, കീർത്തി എന്തു പറഞ്ഞു? ഷൂട്ട് ചെയ്ത ആളെ കീർത്തി വ്യക്തമായിട്ട് കണ്ടിരുന്നോ? പരിചയമുള്ള ആരെങ്കിലും ആണോ? കണ്ടിരുന്നു. അയാൾ മുഖം മറച്ചിരുന്നതിനാൽ ആരാണെന്ന് വ്യക്തമായില്ല. സർ, കീർത്തിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്താ സർ, അവൾ അങ്ങനെ വല്ലതും പറഞ്ഞോ? കീർത്തിക്ക് ആരെയും സംശയമില്ല. ശത്രുക്കളായിട്ട് അങ്ങനെ ആരുമില്ലെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നില്ലേ സാർ, ഞങ്ങൾക്കാർക്കും ശത്രുക്കൾ ആരുമില്ല. ഇതാള് മാറി സംഭവിച്ചതാ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്താണ് സംഭവിച്ചതെന്നറിയണം. ഏതായാലും പ്രതിയെ ഞാൻ പിടിക്കും. അതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയും. സർ, കേസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം? ഇപ്പൊ വേണ്ട, ആവശ്യം വരുമ്പോൾ ഞാൻ വിളിപ്പിക്കാം. താങ്ക് യു സർ. മോനെ, നമുക്ക് കീർത്തി ഒന്ന് കാണാം. വാ വാ. കീർത്തി എന്താ വിളിക്കാത്തത്? റോഷന്റെ മുത്തശ്ശനോട് പറഞ്ഞതല്ലേ അവളോട് വിളിക്കാൻ പറയണോന്ന്. ഇതിലെന്തോ കള്ളക്കളി ഉണ്ട്. അല്ലെങ്കിൽ അവളെന്തേ വിളിക്കാത്തത്? രാഹുലും കീർത്തിയും തമ്മിലുള്ള ചുറ്റിക്കളിക്ക് ആ കിളവൻ കൂട്ടു നിക്ക. മിണ്ടാതിരിക്കടയോടെ. എന്നോട് കയർത്തിട്ട് കാര്യമില്ല. മകളെ തോന്നിയ പോലെ കയറൂരി വിടുമ്പോ ഓർക്കണായിരുന്നു. ഇനി അവരുടെ രണ്ടിന്റെ വിവാഹം കഴിഞ്ഞു ആവോ? അതിന്റെ റിസപ്ഷൻ ആയിരിക്കോ റിസോർട്ടില്. എങ്കിൽ നിനക്ക് സന്തോഷാവുമല്ലോ. അവളുടെ വിവാഹത്തിന് വേണ്ടി എനിക്കൊന്നും ചെലവാക്കേണ്ടി വരില്ലല്ലോ. നീയല്ല കീർത്തി, അത് മനസ്സിലാക്കിയാ നന്ന്. കീർത്തിയാ വിളിക്കുന്നത്. ഹലോ മോളെ. അമ്മേ, ഇത്രയും സമയമായിട്ട് മോളെന്താ വിളിക്കാതിരുന്നത്? ഞാൻ നിന്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചതാ. ഒരിക്കൽ രാഹുലിന്റെ മുത്തശ്ശൻ ഫോൺ എടുത്തു. നീ എന്തോ വർക്കിലാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ വിളിക്കാൻ പറഞ്ഞതാ. എന്നിട്ട് നീ വിളിച്ചില്ല. എന്താ പറ്റിയത് നിനക്ക്? ഞങ്ങളാകെ പേടിച്ചു പോയി. വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നില്ല ഞാൻ.
അറിഞ്ഞ നിങ്ങൾ വിഷമിക്കല്ലോ എന്ന് കരുതിയ മുത്തശ്ശനൊന്നും പറയാതിരുന്ന. എന്താ മോളെ? ഇന്നലെ രാത്രി റിസോർട്ടിൽ വെച്ച് റോഷൻ സാറിന് നേരെ ഒരാള് വെടിയുതിർക്കാൻ ശ്രമിച്ചു. റോഷൻ സാറിനെ തള്ളി മാറ്റാൻ ശ്രമിച്ചപ്പോ എന്റെ കയ്യിലെ വെടി കൊണ്ടത്. മോളെ പേടിക്കാനൊന്നുമില്ലമ്മേ. അമ്മയുടെയും മുത്തശ്ശിയുടെയും കൂടെ ജീവിച്ച് എനിക്ക് കൊതി തീർന്നില്ല എന്ന് ദൈവത്തിന് അറിയാലോ. അതുകൊണ്ട് എന്നെ രക്ഷപ്പെടുത്തിയത്. എന്താ? ഓപ്പറേഷൻ കഴിഞ്ഞു. വെടിയുണ്ട പുറത്തെടുത്തു. അമ്മയുടെ മോള് ഓക്കെ ആയി. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ സുഖമായിട്ട് കഴിയുന്നു. മോളെ എന്തൊക്കെയാ കേൾക്കുന്നത്? നിനക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. അമ്മയെ സങ്കടപ്പെടുത്താതിരിക്കാനല്ലേ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമോ അമ്മേ? എന്താ സരസ്വതി? ഒരു കുഴപ്പമില്ല, സമാധാനായിട്ടിരിക്ക. ഒരു 2 ദിവസത്തിനകം എനിക്ക് വീട്ടിലെത്താൻ കഴിയും. അമ്മ ഇങ്ങോട്ട് ഓടി വരുമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ, ഇങ്ങോട്ട് വരേണ്ടതില്ലാന്ന്. ഇനി ഇതിന്റെ പേരിൽ തലതല്ലി കരയൊന്നും വേണ്ട. ഞാൻ പെട്ടെന്ന് വരും. ഞാൻ പിന്നെ വിളിക്കാമേ. ശരി. ഹലോ ഹലോ. എന്താ മോളെ? കീർത്തിക്ക് ഇന്നലെ രാത്രി റിസോർട്ടിൽ വെച്ച് വെടിയേറ്റൂന്ന്. എന്റെ ഈശ്വരാ, അവളിപ്പോ ഹോസ്പിറ്റലില. ദൈവമേ. ഓക്കെ ശരി. കീർത്തി, മോളെ കീർത്തി, എന്തിനായിരുന്നു നീ എന്റെ മുമ്പിലേക്ക് വന്നത്? എന്തിനാ എന്നെ രക്ഷിക്കാൻ നോക്കിയത്? അതുകൊണ്ടല്ലേ? ഇത് ചോദിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? എന്റെ ജീവനേക്കാളും വിലപ്പെട്ടതാ റോഷൻ സാറിന്റെ ജീവൻ. റോഷൻ സാറിന് ഒരാപത്തും വരാതെ നോക്കും ഞാൻ. സാറിന്റെ ഇടത്തും വലത്തും ഞാനും രാഹുലും ഉണ്ടാവും. ഇപ്പോഴൊന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെ. ഈ സ്നേഹത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല കീർത്തി. നിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് രാഹുലും കീർത്തി എല്ലാം ചെയ്തത്. പക്ഷേ നിനക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ റോഷ. ഒന്നും സംഭവിക്കാഞ്ഞത് ഭാഗ്യം. ഞാൻ വല്ലാതെ പേടിച്ചുപോയി. അഞ്ജലിയും പേടിച്ചു പോയോ? അഞ്ജലി വിഷമത്തിലായിരുന്നു. അത്ര വലിയ പിണക്കമൊന്നും ഇപ്പോ നിങ്ങൾ തമ്മിലില്ലല്ലോ. റോഷൻ സാറിനൊന്നും സംഭവിച്ചില്ല. അതില് അഞ്ജലി സന്തോഷിക്കുന്നുണ്ടോ? ഇവൾ എന്നെ സംശയിക്കുന്നുണ്ട്, ഉറപ്പാ. എന്താ അഞ്ജലി ഒന്നും മിണ്ടാത്ത? എന്ത് ചോദ്യം ഇത്? എന്റെ ഹസ്ബൻഡിനൊന്നും സംഭവിക്കാതിരുന്ന എനിക്ക് സന്തോഷം കാണില്ലേ? തലനാരിഴയ്ക്കാ ഞാനും കീർത്തിയും രക്ഷപ്പെട്ടത്. എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ആരാ ഇത് ചെയ്തതെന്ന്.
അത് പോലീസ് കണ്ടെത്തിക്കൊള്ളും റോഷൻ സർ. ഇന്നല്ലെങ്കിൽ നാളെ നമുക്കറിയാം ആരാണിത് ചെയ്തതെന്നും ആരാണിത് ചെയ്യിച്ചതെന്നും. ആരായാലും തക്കതായ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം മോനെ. എന്നെ അവര് ലക്ഷ്യം വെച്ചത്. എന്നോട് ആർക്കാ ഇത്ര ശത്രുത? അഞ്ജലി പറഞ്ഞത് ആള് മാറിയതാവാന്ന. ഇനി അങ്ങനെ ആയിരിക്കോ? അതൊക്കെ ഇന്നോ നാളെയോ അറിയാം. ആള് മാറിയതാണോ അതോ കരുതിക്കൂട്ടി സാറിനെ വകവരുത്താൻ നോക്കിയതാണോ എന്നൊക്കെ അറിയാം. അല്പം ക്ഷമിക്കൂ റോഷൻ സർ. എന്തായാലും രക്ഷപ്പെട്ടല്ലോ, അതിന് ദൈവത്തിനോട് നന്ദി പറയാം. രക്ഷപ്പെട്ടതല്ല, രക്ഷപ്പെടുത്തിയതാ കീർത്തി. ദൈവത്തിന് മാത്രമല്ല, കീർത്തിയോടും നന്ദി പറയണം. മോളെ, അമ്മ വിളിച്ചിരുന്നു നിന്റെ ഫോണിലേക്ക്. എന്തൊക്കെയോ കള്ളം പറഞ്ഞാണ് പിടിച്ചിരുന്നത്. മോള് ഒന്ന് അമ്മയെ വിളിച്ച് എന്താണ് സംഭവിച്ചതെന്നൊന്ന് പറഞ്ഞേക്ക്. ഞാൻ അമ്മയെ വിളിച്ചു മുത്തശ്ശ. റോഷൻ ഇവളെ കണ്ടല്ലോ, പ്രശ്നമൊന്നുമില്ല. ഇവിടെ മുത്തശ്ശനുണ്ടല്ലോ, നമുക്ക് വീട്ടിൽ പോവാം. റോഷൻ, രാഹുൽ ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവനോട് പോയി. പുറത്തുപോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാന്ന് പറഞ്ഞു. റോഷൻ സാർ പോയിക്കോളൂ, അഞ്ജലിയെ മുഷിപ്പിക്കണ്ട. ശ്രദ്ധിക്കണം കേട്ടോടാ മോനെ. അവൻ വീണ്ടും എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുമെന്ന് പേടിയുണ്ടല്ലേ മുത്തശ്ശന്? പേടിക്കണ്ട, അവൻ ആരായാലും പോലീസ് അവനെ പൊക്കും. ഞാൻ അഞ്ജലി വീട്ടിൽ വിട്ടിട്ട് വരാം. വാ. പോലീസിനോട് അഞ്ജലിയും പ്രേംരാജിനെ സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. രണ്ടുപേരുടെ ഈ ഒളിച്ചു കളിക്ക് ഇനി അധികം ആയുസില്ല മുത്തശ്ശ. റോഷൻ, 1 മിനിറ്റ്, അമ്മയെ വിളിക്കുന്നേ. ഹലോ അഞ്ജലി, കീർത്തി തീർന്നു. ആ ശല്യം ഒഴിവായോ? അവക്കിപ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. ഓപ്പറേഷനിലൂടെ വെടിയുണ്ട പുറത്തെടുത്തു. ഞാനിപ്പോ റോഷന്റെ വീട്ടിലേക്ക് പോവാ. അവള് പോലീസിൽ അറിയിച്ചിരുന്നു? അറിയിച്ചിരുന്നു. പോലീസ് ഹോസ്പിറ്റലിൽ വന്ന് കീർത്തിയുടെ രാഹുലിന്റെ മൊഴിയെടുത്തിരുന്നു. കീർത്തിയുടെ പെരുമാറ്റത്തിൽ പന്തികേടുണ്ട്. അവളുടെ നോട്ടവും ഭാവവും കണ്ട എന്നെ സംശയമുണ്ടായിരുന്നു എന്ന് തോന്നും. അങ്ങനെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവൾ അത് പോലീസിനോട് പറയുമായിരുന്നു. തന്നെ കൊടുക്കാനുള്ള ഒരവസരവും അവര് കളയില്ല. പോലീസ് നിന്നെ ചോദ്യം ചെയ്യാത്ത സ്ഥിതിക്ക് അവര് നിന്റെ പേര് പറഞ്ഞിട്ടില്ല. തന്നെ സംശയവുമില്ല. ഒക്കെ തനിക്ക് തോന്നുന്നത്. അങ്ങനെ ആശ്വസിക്കാം. പക്ഷേ മനുവിനെ പോലീസ് പിടികൂടിയ അവനെല്ലാം പറയും. ഇതിന് പിന്നിൽ നമ്മളാണെന്നറിയും. അതോടെ എല്ലാം തീരും. പേടിക്കാതെടൂ. മനു ഈ രാത്രി തന്നെ സ്റ്റേറ്റ് വിടും. അവനെ പിടികൂടാൻ കഴിയില്ല. അധികം വൈകാതെ തന്നെ മറ്റൊരവസരം സൃഷ്ടിക്കാം. റോഷനെ തീർക്കാം നമുക്ക്. അധികം വൈകരുത്. ഇല്ല, താൻ വീട്ടിലേക്ക് ചെല്ല്. കീർത്തി അവിടെ ഇല്ല. രാഹുലും ഹോസ്പിറ്റലിലായിരിക്കുമല്ലോ. ദേവികയെ തീർക്കാൻ പറ്റിയ അവസരമാണിത്. താനത് ചെയ്. ദേവിക നമുക്ക് മേൽ തൂങ്ങി നിൽക്കുന്ന മൂർച്ചയേറിയ ഒരു വാൾമുനയാ. ചെന്നവളെ തീർക്ക്. ഇന്നത്തെ ദിവസം അങ്ങനെ ആഘോഷിക്കാം നമുക്ക്. റോഷൻ തൽക്കാലത്തേക്ക് കൈവിട്ട സങ്കടം അങ്ങനെ തീർക്കാം അഞ്ജലി. ഞാനത് ചെയ്യാം പ്രേം. പ്രേം അന്ന് അവളെ എങ്ങനെയാണോ ചെയ്തേ അതുപോലെ തന്നെ. ബാത്റൂമിലെ കാല് വഴുതി വീണ് ദേവിക മരിച്ചു.
പുറം ലോകം അങ്ങനെ കരുതൂ. അങ്ങനെ ഒരു പ്ലാൻ തന്നെയാ നല്ലത്. അന്നേ അവള് തീരേണ്ടതായിരുന്നു.